ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ റിംഗ് എന്താണെന്ന് മനസ്സിലായോ? ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത ബ്രായുടെ റൗണ്ട് ബക്കിളാണ്. ഇത് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതാണ് ഇന്നത്തെ വീഡിയോ. കൂടാതെ ഹാൻഡ് എംബ്രോയ്ഡറി നൂല് കെട്ടുവീഴാതെ എളുപ്പത്തിലെടുക്കാനുള്ള ഒരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. എത്ര കളർ നൂല് വേണമെങ്കിലും ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒരു 1/2 മീറ്റർ മുതൽ 3/4 മീറ്റർ വരെ നീളത്തിൽ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് നൂല് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 3 പീസാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വേറെ കുറച്ച് നൂല് ഇതിൽ നിന്ന് തന്നെയുള്ള ഒരു പീസ് എടുത്ത് നമുക്ക് ഇതൊന്ന് ചുറ്റിക്കെട്ടി വയ്ക്കാം. അതിനുശേഷം ഈ നൂല് മുടി പിന്നുന്നത് പോലെ ഇതിൻ്റെ അവസാനം വരെ ഒന്ന് പിന്നി വയ്ക്കണം. ഇങ്ങനെ പിന്നി വയ്ക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ലെയർ നൂല് വരെ നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ അടിഭാഗം വരെ പിന്നിയെടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ കെട്ടിയതുപോലെ തന്നെ താഴെയും കുറച്ച് നൂലെടുത്ത് ഒന്ന് കെട്ടിവെക്കണം. പിന്നിയ നൂല് അഴിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഇതിൽ നിന്ന് നൂലെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ നൂല് വലിച്ചെടുക്കുമ്പോൾ മുകളിൽ നിന്നുള്ള നൂല് ചുരുണ്ടു വരും. അത് നമ്മളൊന്ന് നേരെയാക്കി കൊടുത്താൽ മതി. ഇതിലിപ്പോൾ എല്ലാ കളേഴ്സും ഒരുമിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ കളർ തീർന്നു എന്നും ഇതിനകത്ത് ഏതൊക്കെ കളർ ഇനി ആവശ്യമുണ്ട് എന്നും നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത് നമ്മൾ ബ്രായുടെ റൗണ്ട് ബക്കിൾ ഉപയോഗിച്ചാണ് മിറർ എംബ്രോയ്ഡറി ചെയ്യുന്നതിനുള്ള ഫ്രെയിം ഉണ്ടാക്കാൻ പോകുന്നത്. യൂസ്ലെസ് ആയിട്ടുള്ള ബ്രായുടെ ബക്കിൾ ചേർത്ത് വെച്ചതാണ് ഇതെല്ലാം. 5 ലെയർ നൂലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബിഗിനേഴ്സ് ചെയ്യുമ്പോൾ ആദ്യം ഗം അപ്ലൈ ചെയ്ത് ത്രെഡ് ഒന്ന് ഫിക്സ് ചെയ്യാം. അതിനുശേഷം സൂചി റിങ്ങിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ നൂല് ഇതുപോലെ ഫോം ആകും. വീണ്ടും സൂചി അതിൻ്റെ ഉള്ളിൽ കൂടി വെളിയിലേക്ക് എടുക്കുക. ഇതിന് ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. ഇത് റിപ്പീറ്റ് ചെയ്ത് ഈ റിങ് മുഴുവനും നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. ഇതുപയോഗിച്ച് ധാരാളം എംബ്രോയ്ഡറി വർക്കുകൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ റിങ് ഉപയോഗിച്ചും. ഇനി വരുന്ന എപ്പിസോഡുകളിൽ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഫ്രെയിം അല്പം കൂടി ഫ്ലാറ്റ് ആയിരിക്കും. ഈ റിങ് ഇങ്ങനെയും യൂസ് ചെയ്യാമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, അല്ലേ? അതുകൊണ്ട് മിറർ വർക്കിനുള്ള ഫ്രെയിം നമുക്ക് തന്നെ തയ്യാറാക്കാമെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി സൂചി ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പ്രത്യേകിച്ച് നമുക്കൊരു നോട്ട് ഇടേണ്ട ആവശ്യമില്ല. ഗ്ലൂ ഗണ്ണോ ഫാബ്രിക് ഗ്ലൂവോ ഉപയോഗിച്ച് ആദ്യം മിറർ നമുക്കൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. ഇത് തയ്ക്കുമ്പോൾ മൂവ് ആകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഫ്രെയിം ഇതിൻ്റെ മുകളിൽ വെച്ച ശേഷം അരികിലുള്ള ഓരോ സ്റ്റിച്ചിൻ്റെയും ഉള്ളിൽ കൂടി സൂചി കടത്തി ഫിക്സ് ചെയ്യാം. ഇത് വളരെ ചെറുതായിരിക്കണം. ഇതിപ്പോൾ എല്ലാ സ്റ്റിച്ചിൽ കൂടിയും നമുക്ക് തയ്ക്കണമെന്നില്ല. വിട്ട് ഒരകലം പാലിച്ച് തയ്ച്ചാലും മതി. അത് ഫിക്സ് ആകണമെന്നേ ഉള്ളൂ.
ഇപ്പോൾ ഫ്രെയിം ഫുള്ളായിട്ടും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിലേക്ക് സൂചി കടത്തി നോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വേസ്റ്റായിട്ടുള്ള ഒരു പൊരുൾ ഉപയോഗിച്ച് മനോഹരമായൊരു എംബ്രോയ്ഡറി വർക്കാണ് നമ്മൾ ചെയ്തത്. ഇങ്ങനെ ചെയ്തെടുത്ത ഫ്രെയിമുകളാണിത്. ഇത് ഞാൻ ചുരിദാർ ക്ലോത്തിൻ്റെ ഷോൾഡറിൽ നിന്ന് താഴേക്കാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ത്രെഡ് മാത്രം ഉപയോഗിച്ച് എങ്ങനെ മിറർ വർക്കിനുള്ള ഫ്രെയിം ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനുള്ള ത്രെഡ് നല്ല കനത്തിൽ വേണം എടുക്കാൻ, അതായത് 5-6 ലെയർ ഉണ്ടായിരിക്കണം. മിററിൻ്റെ വലിപ്പമനുസരിച്ച് ഈ നൂൽ നമ്മുടെ ഏത് ഫിംഗറിൽ വേണമെങ്കിലും ചുറ്റിയെടുക്കാം. എൻ്റെ കയ്യിൽ ചെറിയ മിറർ ആയതുകൊണ്ട് ഞാൻ ചെറുവിരലിലാണ് ചുറ്റിയെടുക്കുന്നത്. ഫ്രെയിമിന് കനം കിട്ടുന്നതിന് വേണ്ടി 4-5 പ്രാവശ്യം ഇതൊന്ന് ചുറ്റിയെടുക്കാം. അതിനുശേഷം ഇത് വിരലിൽ നിന്ന് മാറ്റാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് ഫുള്ളായിട്ടും ബട്ടൺ ഹോൾ സ്റ്റിച്ച് തയ്ച്ചെടുക്കാം. നേരത്തെ ഫ്രെയിമിലാണ് ചെയ്തതെങ്കിൽ ഇത് ത്രെഡിലാണ് ചെയ്യുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സെയിം അതേ സ്റ്റിച്ച് തന്നെ ഉപയോഗിച്ച് നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രെയിം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഞാനിത് ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങൾ കൊണ്ട് ആരും ചിന്തിക്കാത്ത നല്ല മനോഹരമായൊരു എംബ്രോയ്ഡറി വർക്കാണ് നമ്മളിന്ന് ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായിട്ടും സബ്സ്ക്രൈബ് ചെയ്തും അറിയിക്കുക. ഓക്കെ, അണ്ടിൽ ദെൻ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.